രാജ്യസുരക്ഷയിൽ ഭാരതത്തിന്റെ മുന്നേറ്റം അക്കമിട്ട് നിരത്തി രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ സർക്കാരുകൾ ദേശീയ സുരക്ഷയെ അപകടത്തിലാക്കി. 2014 ശേഷം ഈ സ്ഥിതിക്ക് മാറ്റം വന്നു. സർദാർ പട്ടേലിന്റെ ആശയങ്ങൾ ഭാരതത്തിന്റെ ബാഹ്യഭീഷണികളോടൊപ്പം ആന്തരിക വെല്ലുവിളികളെ നേരിടാനും പ്രചോദനമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ മുൻ കോൺഗ്രസ് സർക്കാരുകൾ കാണിച്ച വീഴ്ച അക്കമിട്ട് നിരത്തുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. സർദാർ പട്ടേലിന്റെ ദർശനങ്ങളെ കോൺഗ്രസ് കണ്ടില്ലെന്ന് നടിച്ചു. വോട്ട് ബാങ്കിനായി ദേശസുരക്ഷയെ തന്നെ അപകടത്തിലാക്കി. മറ്റു നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ചതുപോലെ കശ്മീരിനെ ഒന്നിപ്പിക്കാൻ സർദാർ പട്ടേൽ ആഗ്രഹിച്ചെങ്കിലും നെഹ്റു അതിനെ എതിർത്തു. കോൺഗ്രസിന്റെ തെറ്റായ നയം കശ്മീരിലെ ആക്രമണങ്ങൾക്കും പാക് ഭീകരതയ്ക്കും വഴിവെച്ചതായി പ്രധാനമന്ത്രി. पूरे कश्मीर का विलय हो, लेकिन नेहरू जी ने उनकी वो इच्छा पूरी नहीं होने दी. कश्मीर को अलग संविधान और अलग निशान से बांट दिया गया. 2014 ശേഷം രാജ്യം അതിന്റെ യഥാർത്ഥ കരുത്ത് പ്രകടിപ്പിച്ചു. ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതത്തിന്റെ ശക്തി എന്താണെന്ന് പാകിസ്ഥാന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ഇങ്ങോട്ടടിച്ചാൽ ഭാരതം വീട്ടിൽ കയറി തിരിച്ചടിക്കുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇത് ഉരുക്കുമനുഷ്യൻ സർദാർ പട്ടേലിന്റെ ഭാരതമാണെന്നും ഒന്നിനു മുന്നിലും ആ ഭാരതം കീഴടങ്ങില്ലെന്നും പ്രധാനമന്ത്രി. आज पाकिस्तान और आतंक के आकाओं को भी पता चला है कि भारत की असली ताकत क्या है. ऑपरेशन सिंदूर में पूरी दुनिया ने देखा है. आज अगर कोई भारत पर आंख उठाता है तो भारत घर में घुसकर मारता है. നക്സലുകളും മാവോവാദികളും രാജ്യത്തിനകത്ത് അവരുടെ താൽപര്യങ്ങൾ നടപ്പാക്കിയിരുന്നു. നക്സൽ കേന്ദ്രങ്ങളിൽ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ പ്രവർത്തിച്ചിരുന്നില്ല. പോലീസ് സ്റ്റേഷനുകൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ ബോംബുകൾ വെച്ചു. എന്നാൽ 2014 ശേഷം നക്സൽവാദത്തിനെതിരെ രാജ്യം ശക്തമായ പോരാട്ടം നടത്തിയെന്നും മാവോയിസ്റ്റ് ഭീകരത ഇല്ലാതാക്കും വരെ പോരാട്ടം തുടരുമെന്നും പ്രധാനമന്ത്രി. 2014 के बाद हमारी सरकार ने नक्सलवाद, माओवादी आतंक पर प्रचंड प्रहार किया. हमने शहरों में बैठे अर्बन नक्सलियों के समर्थकों, अर्बन नक्सलियों को भी किनारे लगाया. രാജ്യത്ത് നുഴഞ്ഞുകയറ്റം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ജനസംഖ്യയുടെ തുല്യതയെ പോലും ഇത് പ്രതികൂലമായി ബാധിച്ചെന്ന് ചൂണ്ടിക്കാട്ടി. സർദാർ പട്ടേലിന്റെ ആശയങ്ങൾ ഇന്ത്യയുടെ ബാഹ്യഭീഷണികളോടൊപ്പം ആന്തരിക വെല്ലുവിളികളെ നേരിടാനും പ്രചോദനമായെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.